ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ എൻ്റെ പേര് അരവിന്ദൻ. ഞാൻ വിചാരകേന്ദ്ര സംസ്ഥാന ജില്ലാ ഭാവസംഘം കാര്യാധ്യക്ഷനാണ്. സംസ്ഥാന സമിതി അംഗമാണ്. വിചാരകേന്ദ്രത്തിൻ്റെ 42ാം സംസ്ഥാന സമ്മേളനം ഇതിൽ ചേരുകയാണ്. എല്ലാ പത്രസുഹൃത്തുക്കളുടെയും പരിപൂർണമായ സഹകരണം അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിങ്ങളെ ഒരുമിച്ച് പറയാൻ തീരുമാനിച്ചത്. നമ്മുടെ കൂടെ ഇന്നുള്ളതൊന്ന് KC സുധീർ ബാബു, അദ്ദേഹം വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കൃഷ്ണാനന്ദ് ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനാണ്. ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഈ മുഖാമുഖം പരിപാടിയിൽ സുധീർ ബാബുജി കാര്യങ്ങൾ വിശദമാക്കുന്നത്. ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ 42ാമത് വാർഷിക സമ്മേളനം മലപ്പുറത്ത് തിരൂരിൽ വെച്ച് നാളെ ആരംഭിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് സംസ്ഥാന സമിതിയും പ്രതിനിധി സഭയും നടക്കും. മറ്റന്നാൾ രാവിലെ 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യൻ നിർവഹിക്കുന്നതായിരിക്കും. അതിനുശേഷം രാവിലെ തന്നെ പ്രജ്ഞാപ്രവാഹന്റെ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ കൾച്ചറൽ മാർക്സിസം അരാജകത്വത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നുണ്ട്. ഭരണഘടനയുടെ 75ാം വർഷം ആണിത്. 2025 എന്ന് പറയുന്നത് ഭരണഘടനയുടെ 75 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. ഭരണഘടനയെ സംബന്ധിച്ച 2 വിഷയങ്ങൾ ഈ സെമിനാറിൽ വാർഷിക സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, കേരള കേന്ദ്ര സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ജി ഗോപകുമാർ ഭരണഘടനാ ഭേദഗതി ചരിത്രം രാഷ്ട്രീയം എന്ന വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ഭേദഗതികൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പല ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച വിശദമായ ചർച്ച ഭരണഘടനയുടെ 75ാം വർഷത്തിൽ 75 വർഷത്തെ ജീവിതമാണ് നമുക്ക് ഭരണഘടനയിലുള്ള ഇതുവരെ ആയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നതിന്റെ വിശദമായ അന്വേഷണം ഡോക്ടർ ഗോപകുമാർ സാർ നടത്തും. അതിനുശേഷം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നെ പൗരസ്വാതന്ത്ര്യം, പൗരധർമ്മം, ഭരണഘടന എന്നീ ഭരണഘടനയിൽ തന്നെ 3 വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ M രാജേഷ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം റീജിയന്റെ ഡയറക്ടറാണ് അദ്ദേഹം പ്രബന്ധം അവതരിപ്പിക്കുന്നതാണ്. മറ്റന്നാൾ രാവിലെ ജനുവരി 12 ഞായറാഴ്ച, അന്ന് വിവേകാനന്ദ ജയന്തി ദിവസം കൂടിയാണ്. വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമാണ്, വിവേകാനന്ദ ജയന്തി ദിവസമാണ്. അന്ന് വിവേകാനന്ദ സ്വാമികളെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന്മേൽ പുഷ്പാർച്ചന നടത്തുകയും വിവേകാനന്ദ സ്വാമികളെക്കുറിച്ചുള്ള അനുസ്മരണം നടക്കുകയും ചെയ്യും. 1924 ആലുവയിൽ വെച്ച് ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത ഒരുപക്ഷെ ലോകത്തിലെ തന്നെ 2ാമത്തെ സർവമത സമ്മേളനം നടന്നതിന്റെ 100ാം വർഷമാണ് ഈ 2024. 1924 സർവമത സമ്മേളനം ആനുകാലിക പ്രസക്തിയെക്കുറിച്ച് കാലടി സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിനുശേഷം വഖഫ് രാഷ്ട്രീയവും ഭാരതത്തിന്റെ പരമാധികാരവും എന്ന ഒരു വിഷയം പ്രൊഫസർ രാകേഷ് സിൻഹ, അദ്ദേഹം പാർലമെന്റിലെ MP ആയിരുന്നു. ഡൽഹി സർവകലാശാലയിലെ രാഷ്ട്രമീമാംസയുടെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഹിന്ദു ജനത ആഗോള വെല്ലുവിളികൾ എന്ന വിഷയം രാം മാധവ്ജി ഉച്ചകഴിഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച. പിന്നീട് സമാപന സമ്മേളനമാണ് നടക്കുക. സമാപന സമ്മേളനത്തിൽ കലാമണ്ഡലം പോരൂർ ശങ്കരനാരായണൻ, അദ്ദേഹം വിശ്വഭാരതി സർവകലാശാലയുടെ കലയുടെ പ്രൊഫസറായിരുന്നു, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ CV ജയമണി
അധ്യക്ഷത വഹിച്ച് സംസാരിക്കും. അതിൽ ആർ സഞ്ജയൻ, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന ഡയറക്ടർ, അദ്ദേഹം അതിൽ സന്നിഹിതനായിരിക്കും. ഉദ്ഘാടന സഭയിലും അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂരിൽ നടക്കുന്നത്. എല്ലാ സ്നേഹനിധികളായ പത്രപ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും സഹകരണം ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് പത്രസമ്മേളനം നമ്മളിവിടെ ചേർന്നത്. എല്ലാവരും സഹകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സമ്മേളനത്തിൽ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വിഷയങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന സമകാലിക രാഷ്ട്രീയ വിഷയം, ഉദാഹരണത്തിന് വഖഫ്, ഭരണഘടനയുടെ 75 വർഷങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ആയിരിക്കും നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ വരുന്നത് നമ്മൾ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളായിരിക്കും. അല്ലാതെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ പ്രമേയ രൂപത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പ്രമേയമായി വന്നേക്കും, പക്ഷേ പ്രകടമായി മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ വാർഷിക സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നില്ല. പകരം നമ്മൾ നോട്ടീസിൽ പ്രോഗ്രാമായി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. രാഷ്ട്രീയ പ്രശ്നമെന്ന് പറയാവുന്നത് വഖഫ് രാഷ്ട്രീയമുണ്ട്, ഭരണഘടനയുടെ ഭേദഗതികളും അതിന്റെ ചരിത്രവും ഒക്കെ പറയുന്ന വിഷയങ്ങളും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമ്മേളനത്തിന് 400 പേരെങ്കിലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായും പ്രതിനിധികൾ മാത്രമല്ല, പ്രതിനിധി സഭ നാളെയാണ് നടക്കുക. പ്രതിനിധി സഭയിൽ 110 അംഗങ്ങളാണ് വരേണ്ടത്. അതിലൊരു 100 പേരെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് വിചാരകേന്ദ്രത്തിന്റെ അംഗങ്ങളാണ്. അംഗങ്ങളായിട്ടുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. നമ്മൾക്കിപ്പോൾ 60-ന് മേൽ യൂണിറ്റുകളാണ് കേരളത്തിലുള്ളത്. ആ യൂണിറ്റുകളിൽ നിന്ന് ഒരു യൂണിറ്റിൽ 25 പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. അതിൽ 25 പേരും പങ്കെടുക്കുന്ന സമിതികളുണ്ട്, കുറച്ചുപേർ മാത്രം പങ്കെടുക്കുന്ന സമിതികളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലാണ് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ നടക്കുന്നത്. അത്രയും പേർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ ഹിന്ദു ജനത ആഗോള വെല്ലുവിളികൾ, ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഗോള വെല്ലുവിളി നേരിടുന്നതെന്നാണോ? ഉണ്ട്, ഉറപ്പായിട്ടും. ഇപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യം നേടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പിന്നെ അടുത്ത 2 വർഷം മുമ്പ് വിദേശത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റി ഭാരതത്തെ സംബന്ധിച്ചോളം ചർച്ചയാക്കപ്പെടുന്നത് ഡോക്ടർ അംബേദ്കർ PhD നേടിയത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ആ യൂണിവേഴ്സിറ്റി കേന്ദ്രമാക്കിക്കൊണ്ടും മറ്റ് വിവിധ യൂണിവേഴ്സിറ്റികൾ സഹകരിച്ചുകൊണ്ടും ഡിസ്മാന്റ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ എന്ന വലിയ ഒരു 4 ദിവസത്തെ സെമിനാർ നടത്തി. ഡിസ്മാന്റ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ, അതായത് ഗ്ലോബൽ തലത്തിൽ, അതായത് വൈശ്വിക തലത്തിൽ ഹിന്ദു ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനെയും അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനെയും ഡിസ്മാന്റിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി, തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഹിന്ദു ആശയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഭാരതീയമായ ആശയങ്ങൾക്കെതിരെ ഇത്തരം നീക്കങ്ങൾ അക്കാഡമിക് തലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നു. അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്. ഹിന്ദു ജനത നേരിടുന്ന ആഗോള വെല്ലുവിളികൾ എന്നത്. ഹിന്ദു ജനത എന്ന് പറയുമ്പോൾ ഹിന്ദു ആശയങ്ങളും കൂടിയാണത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ, ബംഗ്ലാദേശിൽ മറ്റൊക്കെ ഹിന്ദു ജനത നേരിടുന്ന വെല്ലുവിളികൾ ധാരാളമായി ഉണ്ടല്ലോ. ജീവിതത്തിന്റെ പ്രശ്നം തന്നെ, ജീവിക്കാൻ പോലും അനുവാദം കിട്ടുന്നില്ലാത്ത അവസ്ഥകൾ പല സ്ഥലത്തുമുണ്ട്. പിന്നെ ആശയപരമായ വെല്ലുവിളികൾ ധാരാളമുണ്ട്. അതൊക്കെ തന്നെയാണ്. അത് ചർച്ച ചെയ്യാൻ ആലുവ സർവമത സമ്മേളനത്തിന്റെ ആനുകാലിക പ്രസക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആലുവ സർവമത സമ്മേളനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ 100ാം വർഷമാണിത്. ഈ 2024 കഴിഞ്ഞത്. എല്ലാ മതങ്ങളും
ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി സഹവർത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ലോകത്ത്. അത് നടക്കുന്നുണ്ടോ എന്ന കാര്യം നമുക്ക് സംശയമാണ്. 1921 മലബാർ കലാപം നടന്നതിന് ശേഷം 1924 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരു എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്, ഒരുമിച്ച് സഹവർത്തിക്കേണ്ടതാണ് എന്ന ആശയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ, അവിടെ അന്ന് എഴുതി വെച്ചിരുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും, നമ്മളെന്താണെന്ന് സ്വയം അറിയുക, അത് മറ്റുള്ളവരെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് നടത്തുന്നത് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുതന്നെയാണ് ഇന്നും വേണ്ടത്. എല്ലാവരും പരസ്പരം അറിയുകയും മതങ്ങളുടെ ആശയങ്ങൾ അറിയുകയും ആ മതങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും പരസ്പരം ബഹുമാനത്തോടെ സഹവർത്തിത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ പ്രസക്തി ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ലോകമെമ്പാടുമായി നടക്കുന്ന മതപരമായ കലക്കങ്ങൾ കൊണ്ടും കുഴക്കങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുതന്നെയാണ് ആ ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശ്യം.